നമസ്കാരം, ഏവർക്കും ഗുരുമാർഗ പ്രണയതാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യരിൽ പ്രമുഖനായ ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ സ്ഥാപിച്ച കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഗുരുവരാശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനെ ഉപാസിക്കുവാനായി ഗുരുപുഷ്പാഞ്ജലി മന്ത്രം പൂർത്തിയാക്കുന്നത് ഈ മണ്ണിൽ വെച്ചാണ്. കോഴിക്കോട് SNDP യൂണിയൻ ആസ്ഥാന മന്ദിരവും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ വെള്ളിയിൽ തീർത്ത വിഗ്രഹത്തിലാണ് പൂജകൾ അർപ്പിക്കുന്നത് എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇന്ന് ഗുരുമാർഗ പ്രണയതാരത്തിലൂടെ നമ്മൾക്ക് ഈ ഗുരുവരാശ്രമത്തെപ്പറ്റി വിശദമായി പരിചയപ്പെടാം. ഈ ദൃശ്യസമാഹാരം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ശ്രീനാരായണ ഗുരുദേവ ധർമ്മ പ്രചരണത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. മാന്യ പ്രേക്ഷകർക്ക് ഗുരുപദം TV-യിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഗുരുമാർഗ പ്രണയതാരം എന്ന പേരിൽ ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ തൃപാദങ്ങൾ, പാദകമലങ്ങൾ പതിഞ്ഞ മണ്ണിലൂടെ കഴിഞ്ഞ കുറേ നാളുകളായി നാം ഒരുമിച്ച് യാത്ര ചെയ്തു വരികയാണ്. നമ്മുടെ ആ പ്രയാണ സരണിയിൽ വളരെ വ്യത്യസ്തമായൊരു സ്ഥലത്ത് നാം ഇന്ന് എത്തി നിൽക്കുന്നു. നാം ഇപ്പോൾ ഉള്ളത് വടക്കേ മലബാറിൽ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ SNDP യോഗം കോഴിക്കോട് യൂണിയൻ്റെ ആസ്ഥാന മന്ദിരം കൂടിയൊക്കെ ഉൾപ്പെടുന്ന കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഗുരുമാർഗ പ്രണയതാരത്തിലൂടെ എല്ലാവരെയും ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം അതിൻ്റെ കാഴ്ചകൾ കണ്ട് മനോഹരമായി വരുമ്പോൾ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നാം വളരെ ആശ്ചര്യപൂർവ്വം, കൗതുകപൂർവ്വം, ചരിത്രബോധത്തോടുകൂടി അല്ലെങ്കിൽ ഭക്തി പാരവശ്യത്തോടുകൂടി നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ മണ്ണിൽ ഇരുന്നു കൊണ്ടാണ്, ഈ മണ്ണിൽ സംസ്ഥാപനം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പരിപാവനമായ ഈ സ്വർഗ കേദാര സദൃശമായ ഈ മണ്ണിൽ, ഈ മണ്ണിൻ്റെ സാന്നിധ്യത്തിലാണ് ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ മഹാഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യരിൽ പ്രമുഖനായിരുന്നു. നാം എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, ഗുരുപുഷ്പാഞ്ജലി മന്ത്രം വിരചിച്ച മഹാഗുരുവിനെ ഉപാസിക്കുവാനായി ഗുരുപുഷ്പാഞ്ജലി മന്ത്രം നമുക്ക് രചിച്ചു തന്ന ചൈതന്യ സ്വാമികൾ ഈ ഗുരുവരാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൻ്റെ രചന പൂർത്തിയാക്കി എന്നത് ഏറെ ചരിത്രത്തിൻ്റെ പവിത്രമായൊരു സവിശേഷതയാണ്. അതൊരു സൗകുമാര്യതയാണ് ചരിത്രത്തിൻ്റെ. ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അകലെയാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം.
ആ ക്ഷേത്രവും അറിയാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മഹാഗുരുവിൻ്റെ സംസ്ഥാപനവും അവിടെ ചൈതന്യസ്വാമികൾ അതിലെ എല്ലാ ഭാഗധേയത്വം നിർവഹിച്ചതും കുറ്റിയടിക്കലാണെങ്കിലും അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ പ്ലാൻ ആണെങ്കിലും. കാരണം ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഏതാണ്ട് ഒട്ടുമിക്കതിൻ്റെയും ശില്പകലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അളവുകൾ തീരുമാനിക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ തച്ചുശാസ്ത്ര വിശാരദൻ കൂടിയായിരുന്ന ചൈതന്യസ്വാമികളായിരുന്നു. അതിന് സമീപത്തുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അളവുകൾ എടുക്കുവാനായി ചൈതന്യസ്വാമികൾ നേരിട്ട് പളനിയിൽ പോയതും അവിടെ ഉണ്ടായ സംഭവങ്ങളുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. ആ ചൈതന്യസ്വാമികൾ അവിടെ ഇരുന്നു കൊണ്ട് ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൻ്റെ രചന ആരംഭിച്ചു എന്നും നമുക്ക് ചരിത്രരേഖകളിൽ കാണാം. ഏതാണ്ട് 1914 മുതൽ തന്നെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം എഴുതുവാൻ ആരംഭിച്ചു എന്നും ചില രേഖകളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതുണ്ട്. പിന്നീട് ഏതാണ്ട് 2-3 വർഷത്തിന് ശേഷം 1917-18 കൂടി അത് പൂർണ്ണമായും പൂർത്തിയാക്കുകയും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാണ്ട് 1918 കൂടിയാണ് ഇവിടെ ഒരു ഗുരുവരാശ്രമം എന്ന പേരിൽ ഇത് ഇവിടെ അത്താണിക്കൽ കേന്ദ്രീകരിച്ചിട്ട് ഹിന്ദു മത പരിഷ്കാര സഭ എന്ന ഒക്കെ ഉള്ള പേരിൽ ഒരു പ്രചരണ പരിപാടികൾ മഹാഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മ പ്രചരണ സഭയിലെ ചൈതന്യസ്വാമികൾ ആരംഭിച്ചിരുന്നു. അപ്പോഴേക്കും നിരവധി ക്ഷേത്രങ്ങൾ 1908 തലശ്ശേരി ജഗന്നാഥം, ഏതാണ്ട് 10 കൂടി ഇവിടെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം, 16 കണ്ണൂർ സുന്ദരേശ്വരം, പിന്നെ ഏതാണ്ട് 1913 കുദ്രോലി ഗോകർണനാഥം. ഒരു മഹാഗുരുവിൻ്റെ 4 അമ്പലങ്ങൾ എന്നറിയപ്പെടുന്ന 4 മഹാക്ഷേത്രങ്ങൾ മലബാറിൻ്റെ മണ്ണിൽ ഉയരുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോർഡിനേഷൻ പോലെ ഇതിൻ്റെ എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തന സഭയിൽ ചൈതന്യസ്വാമികൾ ഈ മണ്ണിൽ ദീർഘകാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് അതിൻ്റെ രചനാ കർത്തവ്യം ഒരു കൃത്യനിർവഹണമാണ് അത് ചൈതന്യസ്വാമികൾ പൂർത്തിയാക്കിയെന്നത് ഇതിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം കേന്ദ്രീകരിച്ചാണ് ചൈതന്യസ്വാമികൾ തന്നെ പരിശീലനം കൊടുത്ത മഹാഗുരുവിൻ്റെ മറ്റൊരു അന്തരംഗ സന്യസ്ത ശിഷ്യനായിരുന്ന ജഗദീശ്വരാനന്ദ സ്വാമിയുടെ പ്രവർത്തനങ്ങളെന്നും നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. സ്വാമിയുടെ മഹാസമാധി പീഠം കുടികൊള്ളുന്നത് പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലാണെന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു പ്രവർത്തനം ഉണ്ടായിരുന്ന, ഇവിടെ എല്ലാം പാദസ്പർശം ഏറ്റിട്ടുള്ള ഒരു മണ്ണാണിത്. സാമതൃപാദങ്ങൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മഹാഗുരു ഈ മണ്ണിൽ വന്ന് ഇവിടെ വിശ്രമിച്ചിട്ടുണ്ട്. കോഴിക്കോട് മലബാർ ഭാഗങ്ങളുടെ ഗുരുവിൻ്റെ യാത്രകളിൽ സാമതൃപാദങ്ങൾ ചൈതന്യസ്വാമിയുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വിശ്രമിച്ചു എന്നതും ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ഒരു മണ്ണ് എന്നൊരു വലിയ പ്രത്യേകതയും ഇതിന് ഉണ്ട്. ഇതിലൊക്കെ ഏറെ സവിശേഷതയായിട്ട് നമ്മൾ വീണ്ടും എടുത്തെടുത്ത് പറയേണ്ടത് ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ആരാധനാ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിനാണ്. അഷ്ടോത്തര ശത നാമാവലി എന്നാണ് ഗുരുപുഷ്പാഞ്ജലിക്ക് ചൈതന്യസ്വാമികൾ ഇട്ടിരിക്കുന്ന പേര് എന്ന് നമുക്ക് അറിയാം. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന മൂലമന്ത്രത്തിൽ ആരംഭിച്ച് ഏതാണ്ട് അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർത്തിയാകുമ്പോൾ മഹാഗുരുവിൻ്റെ ഏതാണ്ട് ഒരു ബയോഡേറ്റ തന്നെ എന്ന് നമ്മൾ ടെക്നിക്കലി പറഞ്ഞാൽ അത് തെറ്റായി നിങ്ങൾ എടുക്കുകയില്ലെന്ന് വിചാരിച്ചു കൊള്ളട്ടെ. നോക്കൂ, ഗുരുവിൻ്റെ ആ ഒരു ഗുരു ആരാണ്, ഗുരുവിൻ്റെ സ്വരൂപം എന്താണ്, സാമതൃപാദങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വളരെ കൃത്യമായി ഓരോ മന്ത്രത്തിലൂടെയും ചൈതന്യസ്വാമികൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഓം ശ്രീനാരായണ പരമഗുരുവേയും നമഃ, ഓം സംസാരതാപശമനായ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സത്വഗുണോത്തമായ നമഃ, ഓം പ്രഹിഷ്ടാത്മനേ നമഃ, ഓം വീതരാഗ ഭയ ക്രോധശോക മോഹ മാനസായ നമഃ, ഓം അവ്യയായ നമഃ, ഓം നിർമ്മലായ നമഃ, ഓം നിഗമാന്തജ്ഞായ നമഃ, ഓം അജ്ഞാനുവർത്തി ലോകായ നമഃ. ഓരോ മന്ത്രത്തിലും ഗുരുവിൻ്റെ സ്വരൂപം എന്താണെന്ന് വളരെ കൃത്യമായി ചൈതന്യസ്വാമികൾ നമുക്ക് വിരചിച്ചു തരുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ താളുകൾ നമ്മൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ രചന ആരംഭിച്ചത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്തിൽ നിന്നാണെന്നും ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് പരാമർശങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കോഴിക്കോട് ഗുരുവരാശ്രമം കേന്ദ്രീകരിച്ചാണ് ചൈതന്യസ്വാമികൾ അത് പൂർത്തിയാക്കിയത്. അപ്പോൾ നമ്മളതിനെ സാങ്കേതികമായി ഒരു ചരിത്ര പിൻബലത്തിൽ അതിൻ്റെ രചന നടന്ന സ്ഥലം എന്ന് നമുക്ക് വിളിക്കാവുന്നത് ഈ മണ്ണിനെയാണ്. അപ്പോൾ നോക്കൂ, എത്രയോ അവതാര പുരുഷന്മാർ ഈ മണ്ണിൽ വന്ന് കടന്നുപോയി. ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, ശ്രീരാമൻ, നബി തിരുമേനി, നമുക്ക് നോക്കാം. ഇവരെല്ലാവരും തന്നെ മതങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവർ വലിയ ജനതയുടെ ആരാധനാമൂർത്തികളെ മാറിയിട്ടുണ്ട്. വലിയ രാഷ്ട്രങ്ങൾ തന്നെ ആ മതത്തിന് അടിസ്ഥാനമായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇവരെല്ലാം അവരുടെ അവതാര കൃത്യനിർവഹണം പൂർത്തിയാക്കി ശരീരം ഉപേക്ഷിച്ച് മടങ്ങിയതിനു ശേഷമാണ് ഇവരെല്ലാവരും ആരാധനാമൂർത്തികളായി അവരുടെ പേരിൽ ദേവാലയങ്ങൾ ഉണ്ടായത്. എന്നാൽ മഹാഗുരു അങ്ങനെയല്ല. നമുക്കറിയാം,
കുളത്തൂർ കോലത്തുകരയിൽ 1916 തന്നെ ഗുരുവിൻ്റെ ചിത്രം വെച്ച് ആരാധന ആരംഭിച്ചിരുന്നു നമുക്കറിയാം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ 1927 മാർച്ച് 13 ഭഗവാന്റെ ആദ്യത്തെ പഞ്ചലോക വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാപന കർമ്മം നടത്തിയത് നമുക്കറിയാം. ഇതിനൊക്കെ ആധികാരികമായി ഗുരുവിനെ പുഷ്പാഞ്ജലി സമാനമായി പൂജിക്കുവാനുള്ള ഒരു ഗുരുപുഷ്പാഞ്ജലി മന്ത്രം, 108 മന്ത്രങ്ങൾ, അഷ്ടോത്തര ശത നാമാവലി, അഷ്ടം ഉത്തര ശതം, 100 കഴിഞ്ഞ് 8, 108 മന്ത്രങ്ങളോട് കൂടിയ വ്യവസ്ഥാപിതമായ ഒരു പൂജാവിധി ചൈതന്യസ്വാമികളാണ് നമുക്ക് ഒരു വരപ്രസാദമായി ഈ ജനതയ്ക്ക് തന്നത്. അത് ഈ മണ്ണിൻ്റെ പവിത്രതയാണെന്ന് പറയുവാൻ ഏറെ സന്തോഷമുണ്ട്. അത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് പറയുവാനും നിങ്ങളെ ആ കാഴ്ചകൾ കാണിക്കുവാനും ഗുരുമാർഗ പ്രണയതാരത്തിലൂടെ. മറ്റൊരു വലിയ സവിശേഷത SNDP യോഗം കോഴിക്കോട് യൂണിയൻ ഇവിടം കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. നാം ഇപ്പോൾ ഈ കണ്ടത് ഒരു പുതിയതായി നിർമ്മിച്ച ഇവിടുത്തെ കെട്ടിടവും മറ്റ് കാര്യങ്ങളുമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഈ പുതിയ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്ര പ്രതിഷ്ഠയുണ്ട്. അതിന് ഇടതുഭാഗത്തായി ചൈതന്യസ്വാമിയുടെ വിഗ്രഹ പ്രതിഷ്ഠയുണ്ട്. വലതുഭാഗത്തായി ശാരദാമ്മയുടെ ശിവഗിരിയുടെ അതേ സമാനമായ വിഗ്രഹങ്ങളുണ്ട്. ഏറെ ഒരു വലിയ പ്രത്യേകത, ഇവിടെ ചൈതന്യസ്വാമിയുടെ മഹാസമാധി പീഠത്തിൽ കണ്ണൂർ സുന്ദരേശ്വരത്തിലുള്ള അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള വിഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്നതെന്നും നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇതിൻ്റെ വലതുഭാഗത്തായി ഇപ്പോൾ നമുക്കൊരു തുറസായ സ്ഥലം കാണാം. അവിടെയായിരുന്നു പണ്ട് ചൈതന്യസ്വാമി വിശ്രമിച്ചിരുന്ന മുറി ഉണ്ടായിരുന്നത്. ഏതാണ്ട് 100-ലേറെ വർഷം പഴക്കമായപ്പോൾ കാലപ്പഴക്കത്താൽ അത് ജീർണിക്കുകയും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോഴിക്കോട് SNDP യൂണിയൻ്റെ തന്നെ ഒരു മുൻ കൈ എടുത്തുകൊണ്ട് വലിയ ഭക്തജന കൂട്ടായ്മയിലൂടെ ഇത് നവീകരിച്ച് ഗംഭീരമായി ഇത് ഈ തരത്തിൽ പണിതുയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ വടക്കേ മലബാറിലൂടെ യാത്ര ചെയ്യുന്ന ഭക്തമാനസന്മാർ ഈ മണ്ണിൽ വരികയും തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരനുണ്ട്. ശ്രീകണ്ഠേശ്വരനെ കണ്ട് നമസ്കരിച്ച് ഈ മണ്ണിൽ എത്തി മഹാഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിലെത്തി, ഒപ്പം ഗുരുപുഷ്പാഞ്ജലി മന്ത്രം രചിക്കുവാൻ കാരണമായ ഈ മണ്ണിലെത്തി ഇവിടെ നമസ്കരിച്ച് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ഗുരുവരാശ്രമം ഈ മഠത്തിലോട്ട്, ആശ്രമത്തിലോട്ട് സുസ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു സ്കൂളും മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വരുവാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യങ്ങളുണ്ട്. വടക്കേ മലബാറോടെ യാത്ര ചെയ്യുമ്പോൾ അതിന് ആതിഥ്യം അരുളുവാൻ മനസ്സുള്ള പ്രവർത്തകർ ഇവിടെയുണ്ട്. നിങ്ങളെല്ലാവരെയും ഗുരുപദം TVക്ക് വേണ്ടി ഈ ഗുരുവരാശ്രമത്തിലേക്ക് സുസ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആയിരത്തി 1918 ശ്രീനാരായണ ഗുരുവരാശ്രമം സ്ഥാപിക്കപ്പെട്ടത്. ഭഗവാന്റെ ശിഷ്യനായ ദിവ്യശ്രീ ചൈതന്യസ്വാമികൾ ഗുരുവരാശ്രമം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച സംഘടനയുടെ പേര് വരക്കൽ ഹിന്ദു ദേശസഭ എന്നാണ്. 2018 ശതാബ്ദിയുടെ ഭാഗമായിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. SNDP യോഗം കോഴിക്കോട് യൂണിയനാണ് ഗുരുവരാശ്രമത്തിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത്. 2021 ഗുരുവരാശ്രമത്തിൻ്റെ നവീകരണം പൂർത്തിയാവുകയും ലോകത്തിലെ ആദ്യമായി ഗുരുദേവൻ്റെ വെള്ളി വിഗ്രഹമാണ് ഗുരുവരാശ്രമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് ആശ്രമത്തിൻ്റെ പ്രത്യേകതയാണ്. ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷൻ ദിവ്യശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് ഗുരുദേവ പ്രതിഷ്ഠ നിർവഹിച്ചത്. പ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനത്തിൽ വെച്ച് ഗുരുവരാശ്രമം ശ്രീനാരായണീയരുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും മെയ് മാസം 13, 14, 15 തീയതികളിലാണ് പ്രതിഷ്ഠാ മഹോത്സവം ഗുരുവരാശ്രമ തീർത്ഥാടനമായി കൊണ്ടാടാറുള്ളത്. ഗുരുവരാശ്രമത്തിൻ്റെ
കാര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രീനാരായണ ഭക്തർ ആശ്രമം സന്ദർശിക്കാറുണ്ട്. ഇവിടെ എല്ലാ ദിവസവും പൂജയുള്ള രീതിയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗുരുദേവൻ്റെ ജയന്തി, മഹാസമാധി, ചൈതന്യസ്വാമികളുടെ ജയന്തി, മഹാസമാധി, നവരാത്രി ആഘോഷങ്ങൾ, ശിവരാത്രി ദിനാചരണം, അതോടൊപ്പം തന്നെ വാർഷികമായി നടക്കുന്ന ഗുരുവരാശ്രമ തീർത്ഥാടനം, വിനായക ചതുർത്ഥി എന്നിവയാണ് ഗുരുവരാശ്രമത്തിലെ വിശേഷ പരിപാടികൾ നടക്കുന്നത്. വരക്കൽ ഹിന്ദു ദേശസഭ സ്ഥാപിച്ചതിൻ്റെ ശതാബ്ദിയുടെ ഭാഗമായി ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാപരിഷത്തിൻ്റെ മാതൃകയിൽ എല്ലാ വർഷവും വിവിധ സാമുദായിക സംഘടനകളെ ക്രോഡീകരിച്ചുകൊണ്ട് വരക്കൽ ഹിന്ദുമത കൺവെൻഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഗുരുവരാശ്രമം കേന്ദ്രീകരിച്ച് നടത്തുവാൻ വേണ്ടി SNDPO കോഴിക്കോട് യൂണിയനും ഗുരുവരാശ്രമത്തിൻ്റെ ദേവസ്വം കമ്മിറ്റിയും സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവരാശ്രമത്തിൽ പുലർച്ചെ 5:30 മുതൽ 10 മണി വരെയാണ് നട തുറക്കുക. രാവിലെ വൈകിട്ട് 5 മണി മുതൽ രാത്രി 7 മണി വരെയും ദർശനത്തിനുള്ള സമയമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രീനാരായണ ഭക്തർ ഗുരുവരാശ്രമത്തിലേക്ക് വരികയാണെങ്കിൽ, മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അവർക്കുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഭക്ഷണവുമെല്ലാം ഗുരുവരാശ്രമ ദേവസ്വം കമ്മിറ്റി ഇവിടെ ഏർപ്പാട് ചെയ്യാറുണ്ട്. കേരളമാസകലമുള്ള ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാരെ ഗുരുവരാശ്രമത്തിൻ്റെ ഈ മഹിതമായ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകത്തിൽ ഏക ഗുരുദേവൻ്റെ വെള്ളി വിഗ്രഹം സ്ഥാപിച്ച ആശ്രമം എന്ന ഖ്യാതി കൂടെ ഈ ഒരു ഗുരുവരാശ്രമത്തിനുണ്ട്. മലബാറിൻ്റെ മണ്ണിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് തേരോട്ടമുണ്ടാക്കിയ ദിവ്യശ്രീ ചൈതന്യസ്വാമികൾ തപസ്സനുഷ്ഠിച്ച പുണ്യഭൂമിയാണ് ഈ ഗുരുവരാശ്രമം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ ഒരു മണ്ണിൽ നിരവധി തവണ വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മലബാറിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ സ്വാധീനമുള്ള, ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ സ്ഥാനമുള്ള ഈ ഒരു ആശ്രമത്തെക്കുറിച്ച് ഭഗവാന്റെ വത്സ ശിഷ്യനായ സത്യവ്രത സ്വാമികൾ ഉൾപ്പെടെയുള്ള മഹാനുഭാവന്മാർ നിരവധി ലേഖനങ്ങൾ പഴയ കാലം മുതൽ തന്നെ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ ഈശ്വര സങ്കല്പത്തിൽ ആരാധിക്കുന്നതിന് വേണ്ടി ദിവ്യശ്രീ ചൈതന്യസ്വാമികൾ എഴുതിയിട്ടുള്ള ഗുരു പുഷ്പാഞ്ജലി മന്ത്രം കോഴിക്കോട് വെച്ചാണ് എഴുതപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു ഗുരുവരാശ്രമത്തിൻ്റെ പവിത്ര സന്നിധിയിൽ വെച്ചാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ഉപയോഗിച്ച് ഗുരുദേവ അർച്ചന ആദ്യ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചത്. പിന്നീടാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ കേരള മാസകലം പ്രചാരത്തിലായത്. ജാതി മതഭേദമന്യേ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം ഉൾക്കൊള്ളുന്ന, ഗുരുവിൻ്റെ സന്ദേശം ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ താല്പര്യമുള്ള എല്ലാ സജ്ജനങ്ങളെയും ശ്രീനാരായണ ഗുരുവരാശ്രമത്തിൻ്റെ ഈ പവിത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് ഷനൂബ് താമരക്കുളം. ഞാൻ കോഴിക്കോട് SNDP യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ഏതാണ്ട് ഒരു 10-20 വർഷത്തോളമായിട്ട് SNDP യോഗമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന കാലം മുതൽക്ക് തന്നെ ഇവിടെ ഒരു ആശ്രമം, ചൈതന്യസ്വാമികൾ ഒരുപാട് കാലം തപസ്സിരുന്നല്ല, ഒരുപാട് കാലം ചെലവഴിച്ച ആശ്രമമാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ആശ്രമം ജീർണാവസ്ഥയിലായിരുന്നു. അത് പുതുക്കി പണിയാൻ കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ പുറകിൽ നടന്ന് അതിന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഗുരുദേവൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ഇവിടെ വെള്ളി വിഗ്രഹമാണ് ഞങ്ങൾ സ്ഥാപിച്ചത്, പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് വെള്ളി വിഗ്രഹമാണ്. അത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് അറിഞ്ഞത്. ലോകത്തെവിടെയും വെള്ളി വിഗ്രഹം ഇല്ല. എല്ലാ സ്ഥലത്തും പഞ്ചലോഹവും അതേപോലെ തന്നെ തങ്കത്തിലും ഒക്കെ ഉണ്ടെങ്കിലും വെള്ളിയിൽ ഗുരുദേവൻ്റെത്
ആദ്യമായിട്ട് ഈ ഗുരുവരാശ്രമത്തിലാണെന്നുള്ളത്. അത് ചെയ്യാൻ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ജീവിതത്തിൽ വലിയൊരു പുണ്യമായിട്ട് കരുതുകയാണ്. ഏതായാലും ഈ ആശ്രമം ഈ കാണുവാൻ വേണ്ടിയിട്ടും അറിയാനും ലോകത്തെ എല്ലാ ഭാഗങ്ങളിലുള്ള ശ്രീനാരായണീയർ എത്തിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും കൂടെ എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശുഭം ചേർത്തിടു നീ ഞങ്ങളുടെ യോഗം. നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി, നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി. നമസ്കാരം. നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമാകുന്നു. കഴിഞ്ഞ ജനുവരി 5-നാണ് ഇവിടെ ശാന്തിയായിട്ട് വന്ന്. മറ്റു ക്ഷേത്രങ്ങളിൽ മുട്ടിശാന്തിയായിട്ട് പോയിരുന്നിരുന്നു. ശ്രേഷ്ഠാചാര സഭ ആണ് നമ്മളെ ആചാര്യൻ ഈ പൂജാക്രമങ്ങളൊക്കെ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നിയത്. നമ്മൾ പാരമ്പര്യമായിട്ട് ഈ കോഴിക്കോട് ദേശത്ത് തന്നെ ഉള്ള ആളുകളാണെങ്കിലും ഇതേപോലുള്ളൊരു മഹത്തരമായുള്ള സ്ഥലത്ത് വന്ന് പൂജ ചെയ്യാൻ കഴിയുമ്പോൾ ഒരു വെള്ളി വിഗ്രഹത്തിൽ, അത് ലോകത്ത് എവിടെയില്ലാത്ത ഈ ഒരു വിഗ്രഹത്തിൽ പൂജ ചെയ്യാൻ പറ്റിയത് നമ്മളെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, കോഴിവാണ നാടാണിത് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1000-700 വർഷങ്ങൾക്ക് പിറകിൽ എന്തോ ഒരു സംസ്കാരം ഇവിടെ തകർന്നു പോയിട്ടുണ്ടാവും. ആ തകർന്നു പോയ സംസ്കാരത്തിൻ്റെ ആ ചൈതന്യത്തിൻ്റെ ആ സ്ഥലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പാദസ്പർശമേറ്റത്. ആ ശ്രീനാരായണ ഗുരുദേവൻ ചൈതന്യസ്വാമിനെ ഇവിടെ നിർദ്ദേശിച്ചു ശ്രീ കണ്ഠേശ്വര ക്ഷേത്രം പണി കഴിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ആണിത്. അത് ഈ കോഴിക്കോടുകാർക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ലോകം മുഴുവൻ വ്യാപിക്കട്ടെ, നമ്മളെ നാട്ടുകാരൊക്കെ അറിയട്ടെ. ഈ ആധുനിക മാധ്യമങ്ങളെ ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മളെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ശരിക്കും ഇത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഉയർന്നു വരാൻ ഈ കാലഘട്ടത്തിൽ ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു മോക്ഷപ്രാപ്തി തന്നെ കിട്ടും. ഒരു ക്ഷേത്രത്തിൽ നിർമ്മാണത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മോക്ഷപ്രാപ്തി എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ചതയം, ഗുരുദേവൻ്റെ ചതയദിനം വിശേഷമായിട്ട് കൊണ്ടാടുന്നുണ്ട്. പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും നാമജപം, കൂട്ടുപ്രാർത്ഥനകൾ നടത്താറുണ്ട്. ചതയദിനത്തിന് അന്നദാനം വിശേഷമായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ എല്ലാ പൂജകളും ഇവിടെ ശാരദാദേവീൻ്റെ സാന്നിധ്യമുണ്ട്. ശ്രീനാരായണ ചൈതന്യ സ്വാമിയുടെ ആത്മാവ് ഇവിടെയാണ് കുടികൊള്ളുന്നത്. ശരിക്കും സമാധി വേറെ സ്ഥലത്താണെങ്കിലും ആത്മാവ് ഇവിടെയാണ്. നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളെ പ്രദേശത്തുള്ള ആളുകളൊക്കെ അവിടെ വരുമ്പോൾ പറയുന്നത് ഇതെന്തൊരു ചൈതന്യം ഉണ്ടല്ലോ എന്നാണ്. ആളുകൾ ഇവിടെ വന്ന് നാമം ജപിക്കുക, അതേപോലെ തന്നെ അവർക്ക് ആയിട്ട് ഉയരാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമായിട്ട് മാറട്ടെ ഇത്. പിന്നെ ഗുരുദേവൻ്റെ അനുശാസിക്കുന്ന അതേ രീതിയിലുള്ള 10 ദിവസത്തെ ബലി, 11ാമത്തെ ദിവസത്തെ പുലകുളി, ശാവാശോച്ചോ ദശാഹാനി ജ്ഞാനിതാമിഹജി നിശ്ചിത ഏകാദശേദിനെ കുര്യദ്യോമം പുണ്യാഹമേവജ എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ബുക്കിൽ എഴുതി വെച്ചത്. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ബുക്കാണെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ആ ബുക്കിൽ എഴുതി വെച്ച അതേ വാക്യങ്ങളുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുണ്യാഹം ചെയ്യും, ശുദ്ധബലി ചെയ്യും, ശാന്തിഹോമം ചെയ്യും. ഈ 3 ക്രിയയും നമ്മളെ ആശ്രമത്തിൽ വെച്ചിട്ട് കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് രാവിലെ 6 മണിക്കാണ് നട തുറക്കുക. 6 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം, അത് പ്രഭാത പൂജ, അത് കഴിഞ്ഞിട്ട് ഉഷപൂജ, അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് നട അടയ്ക്കും. അതിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ, അതിനുശേഷം 7:30 നട അടയ്ക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ വിശേഷമായിട്ടുള്ള ദിവസങ്ങളിൽ 5 മണിക്ക് നട തുറക്കുന്നതാണ്. എന്തെങ്കിലും പരിപാടി വിശേഷമായിട്ടൊക്കെ വരുമ്പോൾ 5 മണിക്ക് നട തുറക്കും.
പ്രിയപ്പെട്ടവരെ, നയന മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഗുരുവരാശ്രമം. മലബാറിൻ്റെ ഹൃദയത്തിൽ മഹാഗുരുവിൻ്റെ പാദസ്പർശമേറ്റ മഹാഗുരുവിൻ്റെ അന്തരംഗ ശിഷ്യനായിരുന്ന ചൈതന്യത്തിന് കാവ്യ വേണ്ട, വെള്ളമതിയെന്നാണ് ഗുരു പറഞ്ഞ്. ചൈതന്യത്തിൻ്റെ കാവ്യ അകത്താണെന്ന് പറഞ്ഞു. അത്ര ഗുരുവിന് വാത്സല്യമുണ്ടായിരുന്ന ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുക്തിയാർ നാമകനായി സാമതൃപാദങ്ങൾ ചുമതലക്കാരനായി ഏർപ്പെടുത്തിയ ആ ശ്രീനാരായണ ചൈതന്യ സ്വാമിയുടെ ദിവ്യമായ ചൈതന്യം ഇവിടെയുണ്ട്. സ്വാമിയാണ് ഇതെല്ലാം രൂപീകരിച്ചത്. ആ മണ്ണിലേക്ക് നിങ്ങൾ വരണേ. നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടേക്ക് വരുവാനായി ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഇവിടേക്ക് 50 രൂപ മാത്രം ഓട്ടോറിക്ഷ കൊടുത്താൽ, ഓട്ടോറിക്ഷയുടെ ചാർജ് കൊടുത്താൽ ഇവിടെ നമുക്ക് വന്നിറങ്ങാം. കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ഗുരുവരാശ്രമം എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ തന്നെയാണ് കോഴിക്കോട് SNDP യൂണിയൻ്റെ ആസ്ഥാന മന്ദിരവും. നിങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ്സിലാണ് വരുന്നതെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ 15 രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത്താണിക്കൽ സ്റ്റോപ്പിൽ ഇറങ്ങാം. അവിടെ നിന്ന് ഇവിടേക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കോഴിക്കോട് വന്നിട്ട് കണ്ണൂരേക്ക് പോകുന്ന ബസ്സാണെങ്കിൽ നിങ്ങൾ അത്താണിക്കൽ സ്റ്റോപ്പുള്ള ബസ്സാണെങ്കിൽ അത്താണിക്കൽ ഇറങ്ങി ഇവിടേക്ക് നടന്നു വരാം. അതല്ല ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നിങ്ങളത് ചോദിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്ത് വരണം. കോഴിക്കോട് ഇറങ്ങി അവിടെ നിന്ന് വരുന്ന ഒരു കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ വടകര തുടങ്ങിയ ഭാഗത്തേക്ക് വരുന്ന ഒരു ലോക്കൽ ബസ്സിൽ കയറി നിങ്ങൾ അത്താണിക്കൽ ഇറങ്ങിയാൽ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനി കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ അത്താണിക്കൽ സ്റ്റോപ്പിൽ നിർത്തുന്ന വണ്ടിയാണെങ്കിൽ അവിടെ ഇറങ്ങിയാൽ ഇവിടേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ എല്ലാ രീതിയിലും ഇങ്ങോട്ട് വരാം. നിങ്ങളെല്ലാവരെയും മഹാഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിലോട്ട് മഹാഗുരുവിൻ്റെ ആരാധനയുടെ ചരിത്രത്തിലെ എണ്ണം പറഞ്ഞൊരു ദിവ്യ സങ്കേതം ഗുരുപുഷ്പാഞ്ജലി മന്ത്രം രചിക്കാൻ കാരണമായ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ദൃശ്യസമാഹാരം മഹാഗുരുവിൻ്റെ പാത കാണിക്കുകയായി തൃപ്പാദ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, 1000 നമസ്കാരം.